ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിൽ വെക്കാനല്ല, മറിച്ച് പീഠത്തിന്മേൽ വെക്കാനാണ്. എന്നിട്ട് പറയുകയാണ്, വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്ന് പറയുകയാണ്, വെളിച്ചത്തേക്ക് വരാതിരിക്കുന്ന ഒന്നുമില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രകാശമായ ഈശോയെ കുറിച്ചാണ്. ഒരു പക്ഷേ ഈശോയുടെ സ്നേഹം അല്ലെങ്കിൽ ഈശോയുടെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മറഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഈശോ പറയുകയാണത് ഇവഞ്ച്വലി അതിങ്ങനെ വെളിച്ചത്തേക്ക് വരും, അത് നിനക്ക് വെളിപ്പെട്ട് കിട്ടുമെന്ന് പറയുകയാണ്. നമ്മൾ വചനം വായിക്കുമ്പോഴായാലും വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈശോയുടെ സന്ദേശം ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതായിട്ടൊക്കെ തോന്നാം. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ആ വചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആ വചനഭാഗം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ഈശോയുടെ സന്ദേശം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷഭാഗത്തിൽ ഈശോ പറയുകയാണ്, വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഈശോയുടെ സ്നേഹവും ഈശോയുടെ സന്ദേശവും അതൊരിക്കലും വെളിപ്പെടാതിരിക്കുകയില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആ വചനത്തിൻ്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ വചനം ആവശ്യമുള്ള സമയത്ത് ഈശോ എനിക്ക് കൃത്യമായിട്ട് ആ സന്ദേശം നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈശോയുടെ സ്നേഹവും സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വെളിപ്പെടും എന്നുള്ളൊരു പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.